Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഹണി, നീ വീടൊക്കെ വൃത്തികേടാക്കുകയാണോ? എപ്പോഴെങ്കിലും വീടൊന്ന് വൃത്തിയാക്കാൻ പഠിക്ക. സോറി. Wow, how cool! കന്നാ സാറേ, ഇന്ന് സൺഡേ അല്ലേ? സാറാണെങ്കിൽ ഇന്ന് പുറത്തോട്ടെങ്കിലും പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ കാർ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പിള്ളേരെ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഡെയിലി വൃത്തിയാക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അടികൈ. ഖന്ന സാർ, ഇതൊക്കെ ഇവരോട് എന്തിനാ പറയുന്നത്? AC-യുടെ റിമോട്ട് ഉപയോഗിച്ച് TV ഓണാക്കാൻ പറ്റുമോ? ഹണിയുടെ വീട് വൃത്തിയാക്കലും അങ്ങനെ തന്നെയായിരിക്കും. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. അടിപൊളി. ഹണി പഴയതുപോലെയൊന്നുമല്ല, ഇപ്പൊ നല്ല വിവരമുണ്ട്. Wow, how cool! വൃത്തിയാക്കി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ കടമയും കൂടിയാണ്, അറിയോ? പറയൂ, ഡേച്ചും 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 എന്ന് ആർക്കും പറയാൻ കഴിയും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയൂ, ഡേച്ചും ഡേച്ചും. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സും ശരീരവും ശാന്തമാകും. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുവട്ടം വൃത്തിയായിരിക്കുക എന്നത്. ഇതാ കണ്ടോ, ഞാൻ ഡസ്റ്റ്ബിൻ വൃത്തിയാക്കിയിരിക്കുന്നത്. പറയൂ, ഡാച്ചും 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 ഡാച്ചും. ലോകത്തിലെല്ലാ മനുഷ്യരും പരിസരം വൃത്തിയാക്കുന്നുണ്ട്. ഈ രാജ്യത്തൊരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനത് പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനതിന് തുടക്കം കുറിക്കും. പരിസരം വൃത്തിയായി കഴിഞ്ഞാൽ നാട് വൃത്തിയാവും. നാട് വൃത്തിയായി കഴിഞ്ഞാലോ നമ്മുടെ ഈ രാജ്യം തന്നെ വൃത്തിയാവും. അല്ല, ഇതെന്താ ഞാനിപ്പോ ഖന്ന സാറിനെ പോലെ സംസാരിക്കുന്നത്? ആദ്യം എന്റെ തലയൊന്ന് വൃത്തിയാക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ശുചിത്വത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിലേ ആദ്യം നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. എന്തിനാടാ എന്റെ വീട് വെറുതെ നശിപ്പിക്കുന്നത്? ഇന്ന് തുടങ്ങി ഈ വീട്ടില് വലകളൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം മാറാലൊക്കെ അടിച്ചു കഴിഞ്ഞാലേ മുഴുവൻ ഭിത്തി വൃത്തിയാകും. അഥവാ ഭിത്തി വൃത്തിയായാലേ മുഴുവൻ വീടും വൃത്തിയാവില്ലേ? മാത്രമല്ല, വീട് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വൃത്തിയാവില്ലേ? നിന്റെ രാജ്യത്തിന് വേണ്ടി നിനക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? എടാ, എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. എന്നാ പിന്നെ ഞാനിവിടെ മൊത്തം വൃത്തിയാക്കും. നന്നായി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. ആരാ എന്നെ ഒന്ന് തടയാൻ പോകുന്നെന്ന് എനിക്ക് കാണണം. അയ്യോ,
Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. പുറത്ത് ഭയങ്കര ചൂടാണ്. ഓഹോ, ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് ചൂട് കാരണം ആവിയായി പോയി. അതെന്റെ വയറ്റിലെ ചൂടായിരുന്നു. ഞാനാണ് അവസരം നോക്കി നിന്റെ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർത്തത്. സംശയമുണ്ടോ? ഇപ്പൊ എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി ഫാൻ ഓൺ ആക്കി തരാം. ആ. എന്റെ അമ്മച്ചി വല്ലാത്തൊരു അടിയായി പോയി. ആ വീട്ടിൽ സമയത്ത് പോക്കറ്റിൽ 10 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 2 5 രൂപ ചില്ലറയായിട്ട് വെളിയിൽ വന്ന് വീഴുന്നേനെ. ഹണി, നീ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കുമായിരുന്നു. നിങ്ങളാകെ ഇപ്പൊ വൃത്തിയേടായിരിക്കുവാണല്ലോ. ഞാൻ നിങ്ങളെ 3 വരെ വൃത്തിയാക്കി തരാം. കാരണം നിങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാലേ ഈ മുറിയും വൃത്തിയാകും. ഈ മുറി വൃത്തിയാക്കി കഴിഞ്ഞാലേ ഈ വീട് മൊത്തം വൃത്തിയാകും. വീട് വൃത്തിയാക്കി കഴിഞ്ഞാലോ പരിസരം വൃത്തിയാവും. പിന്നെ ഈ ലോകം, പിന്നെ മൊത്തത്തിലെല്ലാം വൃത്തിയായിക്കോളും. നീ അപ്പൊ അടുത്ത പണി ഒപ്പിച്ചോണ്ട് വരുവാണ് ഹണി. ഞാൻ അങ്ങനെ ഒരു പണിയും ചെയ്യുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാലേ അത് ഇരട്ടി പണിയായിട്ട് മാറൂലേ. അപ്പൊ പിന്നെ ഇവിടെ വൃത്തിയേടാവില്ലേ? പിന്നെ വൃത്തിയാക്കാനായിട്ട് വീണ്ടും ഞാൻ ഈ ചൂലുമായിട്ട് ഇറങ്ങേണ്ടി വരും. വരൂ, ഞാൻ നിങ്ങളെ കഴുകി വൃത്തിയാക്കാം. നീ വൃത്തിയാക്കണോ എടുത്തിട്ട് അലക്കുകയാണോ? ഇപ്പൊ നിങ്ങളെ കാണാൻ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് വൃത്തിയല്ല, മൊത്തത്തിൽ വൃത്തികേടായി. സംശയമുണ്ടോ? പോപ്പട്ടെ, നിനക്ക് സത്യത്തിൽ വൃത്തിയുടെ മഹാത്മ്യം എന്താണെന്ന് അറിയില്ലല്ലേ. ഞാൻ ദാ ഇപ്പൊ കിച്ചൺ വൃത്തിയാക്കാൻ പോവാണ്. വൃത്തിയാക്കുന്ന ആവേശത്തിൽ ഹണി വീട് മുഴുവൻ കുളമാക്കി. ഹണി, ഈ പോക്ക് പോയാൽ നമ്മൾ കോർപ്പറേഷൻ വണ്ടി വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്കിത് ട്രെയിലറായിട്ടാണ് തോന്നുന്നത്. പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഹണിയെ നിർത്തണം. എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി. പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട്. സമയം കുറവായതുകൊണ്ട് എല്ലാ പാത്രങ്ങളും ഒരുമിച്ചെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ജോർദാറെ, നീ രക്ഷപ്പെട്ടല്ലേ? വാ, നിനക്ക് ഇതിന്റെ ഒരറ്റം ഞാൻ പിടിക്കാൻ തരാം. നീ കിച്ചൺ മുഴുവൻ വൃത്തികേടാക്കി. ജോർദാറെ, നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെയൊക്കെ വല്ലാതെ വൃത്തികേടായി. മാത്രമല്ല, എനിക്കിപ്പോ മസാലയുടെ പാത്രങ്ങളും കൂടി വൃത്തിയാക്കേണ്ടി വരും. എടാ കഴുതേ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ ഈ പാത്രമൊക്കെ വൃത്തിയാക്കുവാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേ.
ഹണിയുടെ തലയിൽ നിന്ന് വൃത്തിയുടെ ഭൂതത്തെ പുറത്താക്കണം. ഇന്നലെ വഴിയിലൂടെ നടന്നു പോയ ഒരാളെ പേപ്പട്ടി കടിച്ചു. ലോട്ടറി എടുത്തപ്പോ 2,30,000 രൂപയുടെ സമ്മാനം എനിക്ക് അടിച്ചു. അടികൈ. ഈ ടിക്കറ്റ് എത്ര പേരുടെ കയ്യിൽ നിന്ന് വന്നതായിരിക്കും? ഞാനിത് വൃത്തിയാക്കി തരാം. അങ്ങനെ ചെയ്യരുത്. അയ്യോ, എല്ലാം പോയേ. ഇന്ന് രാവിലെ കഴിക്കുന്ന 2 മുട്ടയാണല്ലോ പുഴുങ്ങിയത്. സാധാരണ ടീഷർട്ട് അല്ലേ കഴുകാറ്. നീ എന്തിനാണ് ലോട്ടറി കഴിക്കുന്നത്? ഇത് വല്ലാതെ കൂടുന്നുണ്ട്. നീ ഖന്ന സാറിന്റെ കൂടുതലാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഈ വീട്ടിലുള്ള തുണികളെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എല്ലാ തുണികളും എടുത്തിട്ട് അലക്കും. കാരണം തുണികളൊക്കെ വൃത്തിയായി കഴിഞ്ഞാലേ മനുഷ്യനും വൃത്തിയാകും. മനുഷ്യൻ വൃത്തിയായി കഴിഞ്ഞാലോ അമ്മയും വൃത്തിയാകും. അമ്മ വൃത്തിയായി കഴിഞ്ഞാലേ ഈ ഭൂമി വൃത്തിയായതിന് തുല്യ. കാരണം ഭൂമി ദേവി എന്റെ അമ്മയാണ്. കൊള്ളാലോ, തുണികൾ നിലവിളിക്കാൻ തുടങ്ങിയല്ലോ. തുണിയല്ല, തുണിയുടെ അകത്ത് നിന്ന് ഞങ്ങളാ സംസാരിക്കുന്നേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തല്ലുന്നേ? ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിലല്ലേ ചെയ്തു വെച്ചത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ വീട് മൊത്തം പൈപ്പിലെ വെള്ളം കൊണ്ട് വൃത്തിയാക്കി തരാം. അപ്പൊ വീട് മുഴുവനും വൃത്തിയാകും. വേണ്ട. ഇവനൊന്നും നിർത്തയില്ല. ഇവൻ നമ്മളെ വെറുതെ വിടത്തുമില്ല. നോക്കട്ടെ, നീ തന്നെ പോയി വേഗം പൈപ്പ് അടക്കേണ്ടി വരും. പവർ സപ്ലൈയും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയേക്കാം. പിന്നെ വീട്ടിൽ കറണ്ട് വരുമ്പോ നല്ല പ്രകാശമായിരിക്കും. വേണ്ട. എന്റെ വലിയടിയാ, നീ ഇവിടെ വൃത്തിയാക്കിയ സ്ഥലമൊക്കെ വീണ്ടും വൃത്തികേടായല്ലോ. ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മിക്കവാറും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും വൃത്തിയാക്കിയിടുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിലേ ഇവൻ അടുത്ത പ്രാവശ്യം എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കും, അല്ലെങ്കിൽ എല്ലാം വൃത്തികേടാക്കും. Wow, how cool! Wow, how cool! Huh? Wow,
How cool. കണ്ടില്ലേ വലിയളിയ, നമ്മൾ ഒരു സ്ഥലം വൃത്തിയാക്കി എടുക്കുമ്പോ മറു സ്ഥലം വൃത്തികേടാവാൻ പാടില്ല. അതുപോലെ വൃത്തികേടായിരിക്കുമ്പോൾ മാത്രമേ നമ്മളത് വൃത്തിയാക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വീട് നന്നായി കഴിഞ്ഞാലേ നമ്മുടെ നഗരവും നന്നാവില്ലേ? നമ്മുടെ നഗരം നന്നായാലല്ലേ രാജ്യവും നന്നാവുള്ളൂ. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? രാജ്യം വൃത്തിയാവണമെങ്കിൽ രാജ്യത്തിലുള്ളവൻ ആദ്യം സ്വയം വൃത്തിയാവണം. നീ നിനക്ക് പറ്റുന്ന രീതിയിൽ മാത്രം വൃത്തിയാക്കിയാൽ മതി. സംശയമുണ്ടോ? എനിക്ക് മനസ്സിലായി. ഇനി ആവശ്യമുള്ളപ്പോ മാത്രമേ വൃത്തിയാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പിന്നെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ